what's up guys? Welcome to our channel. നമ്മുടെ സാധനങ്ങളുമായിട്ട് നടക്കുന്നു പൂച്ചക്കുട്ടി തമ്മിലൂടെ പോകാൻ പോവുകയാണ്. വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാർ വാങ്ങിക്കുന്നതിന്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ കൂടിയാണത്. അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മുടെ കുറെ സ്റ്റോറി വീഡിയോസ് കണ്ടാണ്. സ്റ്റോറി ഓഫ് മൈ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്ന ഞാൻ പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഈ വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റോറി ഓഫ് അവർ കാർ എന്നുള്ള വീഡിയോ ആണ്. എന്ന് വെച്ചാൽ അവർ മാരുതി 800 കാറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ഇനി കുറച്ചാണ് നമ്മുടെ ചാനലിൽ കാറിനെ കുറിച്ചുള്ള വീഡിയോസ് ആക്കി ഇടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ചില നല്ലതായിട്ട് തോന്നുന്ന ചില കാറുകളുടെ പേര് കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ കുറച്ച് നല്ല രീതിയിൽ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ വീഡിയോ കാണിച്ച കാറ് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്നൊക്കെ കമന്റ് വന്നായിരുന്നു. പിന്നെ കുറെ കാറുകളുടെ ബ്രോ ഇത് എടുക്കും ബ്രോ അത് എടുക്കും ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്സ് വന്നായിരുന്നു. അതെല്ലാം കണ്ടായിരുന്നു. അപ്പം കമന്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. നല്ല സജഷൻ തന്നെയാണ് നിങ്ങൾ തന്നത്. അതെല്ലാം ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷേ നിങ്ങൾ നോക്കുക, നിങ്ങൾ പറഞ്ഞതില് ചില കാറുകളൊന്നും നമുക്കിപ്പോ വാങ്ങിക്കാൻ പറ്റിയ സാഹചര്യമില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിനൊത്ത ഒരു കാറാണ് ഞങ്ങളിപ്പോ നോക്കുന്നത്. ഞങ്ങളുടെ കാറ് മാരുതി 800 ആയിരുന്നു. ആയിരുന്നു എന്നേ ഇനി പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ വരെ ആ കാറ് നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ കാർ എടുത്തുകൊണ്ട് പോയി. ഇപ്പോഴത്തെ ഞങ്ങളുടെ ചെറിയൊരു സാഹചര്യം കൊണ്ടാണ് ആ കാറ് കൊടുക്കേണ്ടി വന്നത്. എന്റെ ഡാഡി മാരുതി കാറ് കൊടുക്കാതെ തന്നെ ഇരുന്നതാണ്. ഡാഡിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നത്. കൂടാതെ ഞങ്ങൾക്കും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഇപ്പൊ അത് പെട്ടെന്ന് പോയപ്പോ ഈ ഇടയ്ക്ക് പണിയൊക്കെ വരുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒന്നും നമ്മുടെ വീട്ടിൽ കാറ് കാണത്തില്ല. ആ ഒരു മൈൻഡ് പോലെ തോന്നുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഒരു കാർ നമുക്കില്ല. അപ്പോൾ ആ കാറിന് ഒരു പണിയൊക്കെ വരുമ്പോൾ ഞാൻ ഗാഡിയൊക്കെ വർക്ക്ഷോപ്പിൽ പോകും. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പണി കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും. അന്നേരം വരുമല്ല, അവിടെ കൊടുത്തിട്ട് അതിന്റെ കാര്യം ഇതുപോലെ പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ വണ്ടി പണിയുന്നത് കണ്ടുകൊണ്ട് ചിലപ്പോൾ നിന്നുപോയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ വൈകുന്നേരം രാത്രി വരെ 10 മണിയൊക്കെ വരെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വരെ നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ കാറ് കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അവർ വിളിക്കുമ്പോൾ കുറച്ചും കൂടി പണിയുണ്ടെന്നൊക്കെ പറയും. ചിലപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ പതിയെ പണിയാൻ മതി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ രാത്രി 10 മണി വരെയൊക്കെ പണി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പണി തീരുന്നവരെ ഞാനും ഗാഡിയും കൂടി അവിടെ പോയിരിക്കും. പണി കഴിഞ്ഞിട്ട് കാറും കൊണ്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ കയറി എന്നിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഫുൾ ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ ഗാഡിയോടെ കാറും കൊണ്ട് വീട്ടിൽ വരുന്നത്. ഗാഡി ഭയങ്കര പൊന്നുപോലെ നോക്കിയ വണ്ടിയാണ്. പിന്നെ ഞങ്ങളും ഇടയ്ക്ക് അതായത് പൊടിയൊക്കെ പറ്റുമ്പോൾ അങ്ങനെ കഴിവാത്ത ചില സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഇത് ഫസ്റ്റ് കാറായിരുന്നത്. സോയിസ് എന്തായാലും മാരുതി 800 കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ചെറിയ സാമ്പത്തിക ഒരു ഇതുകൊണ്ട്. പിന്നെ വീട് ഇപ്പൊ താമസിക്കുന്ന ഈ വീട്ടില് പാർക്കിംഗ് സൗകര്യം അത്ര ഇല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു. നമ്മുടെ മാരുതി കാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ട്രാഫിക് ഒക്കെ ഭയങ്കര ആയാലും ഇച്ചിരിയൊക്കെ സ്ഥലം കിട്ടുമ്പോൾ ആ ഒരു വഴിയിലൂടെ നമുക്ക് പെട്ടെന്ന് പോകാനും ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് പോകാനും അങ്ങനെ പറ്റിയ ഒരു സിമ്പിൾ കാറായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയെ കൊണ്ടു നടന്ന യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു ചെറിയൊരു വാഹനമായിരുന്നു മാരുതി 800. സോ ഗൈസ്, ആ കാർ AC ഒന്നുമല്ല, സ്റ്റാൻഡേർഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം ഞങ്ങൾ ആ കാറിൽ അക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കൊച്ചുംപര്യത്തിൽ ആ കാറിനെ ഭയങ്കര കൗതുകമായിട്ടൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് കുറെ ഷോറൂമുകളിലും സെക്കൻഡ് ഹാൻഡ് കടകളിലും എല്ലാം കുറെ കാറുകൾ നോക്കി. വാഗണർ നോക്കി, ഇഗ്നിസ് നോക്കി, ബലേനോ നോക്കി, സ്വിഫ്റ്റ് നോക്കി. അപ്പൊ ആദ്യമേ തന്നെ ഞങ്ങൾ ഇതിന്റെ തുടക്കം കുറിച്ച് ഷോറൂമിൽ പോയായിരുന്നു. അപ്പൊ തന്നെ നമ്മളൊരു കാറ് നോട്ട് ഇട്ടു. ആ കാറിനെയാണ് എടുക്കാൻ പോകുന്നത്. ബുക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസങ്ങൾ വീർപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാറ് വരുന്നതാണ്, പുതിയ കാറ്. സോയ്സ്, അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കൊക്കെ ചിലവർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു പേയ്മെന്റിന്റെ ഭാഗമായിട്ട് പിന്നെ വീടിന്റെ സാഹചര്യം കൊണ്ടാണ് നമ്മുടെ മാരുതി ചെറുക്കനെ കമ്പനിക്ക് തന്നെ കൊടുക്കേണ്ടി വന്നത്. നിങ്ങളെല്ലാവരും കുറെ വണ്ടികളൊക്കെ കമന്റ് ചെയ്തായിരുന്നു. അതൊക്കെ നല്ല വണ്ടികൾ തന്നെയാണ്. പക്ഷേ അതിൽ ചില വണ്ടികളൊന്നും ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ഒക്കെ ആയിട്ട് ഭാവിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക.
അവൻ പോയി. ഇനി അടുത്തത് അതേ കമ്പനിയിൽ നിന്നുള്ള മാരുതി സുസുക്കി എന്ന് പറയുന്ന അതേ കമ്പനിയിൽ നിന്നുള്ള ഒരു വണ്ടി തന്നെയാണ് ഞങ്ങൾ വീണ്ടും എടുക്കാൻ പോകുന്നത്.